ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്ര വലിയ ഹാപ്പിനെസ് ഇല്ലാത്തൊരു വ്ളോഗാണ്. നമ്മുടെ കണ്ണൂസിൻ്റെ കൈ ഒന്ന് ഉളുക്കിയായിരുന്നു വീണപ്പോഴേക്കും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഒരു പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇനിയിപ്പോൾ നാട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ വ്ളോഗിൻ്റെ തുടക്കം കേട്ടോ. പിന്നെ വലിയ പ്രോബ്ലം ഇല്ല, ഒരു മൈനർ ഇതാണ്. പക്ഷെ നമുക്ക് കൈ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കേണ്ടി വരും, അതാണ് പ്രശ്നം. പിന്നെ കുഴപ്പമില്ല, അവൻ ഓക്കെ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ റെസ്റ്റൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അത്രയ്ക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് നമ്മളിന്ന് ആദ്യമേ നമ്മൾ ബുർജ് ഖലീഫയുടെ ടോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതുപോലെ തന്നെ വേറൊരു സ്ഥലമുണ്ട്, അവിടെ ആയിരിക്കും ആദ്യമേ പോകുന്നത്. അതെന്ന് വെച്ചാൽ നല്ല ഹൈറ്റിലാണ് ആ ബിൽഡിങ്. അപ്പം നമുക്ക് താഴെ നോക്കിയാൽ എല്ലാം നല്ല ട്രാൻസ്പെറൻ്റായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് തല ചുറ്റുന്ന പോലൊക്കെ തോന്നും, പക്ഷെ കുഴപ്പമില്ല, നല്ല രസം. കാറൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തോന്നും, അത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ഒരു സ്ഥലം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മുടെ ദുബായ് അക്വേറിയം കാണാൻ പോവും. അതൊരു അടിപൊളി അക്വേറിയമാണ്. അക്വേറിയം സീ ആനിമൽസ്, അത് ഡോൾഫിൻ എല്ലാം ഉണ്ട്, ഭയങ്കര അടിപൊളിയാണ്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വ്ളോഗിൽ കേട്ടോ. itu kayak gitu kan kali pada penonton. Udah kayak gitu lah. Nanti നമുക്ക് വയറൊപ്പിട്ടിട്ട് എങ്ങനെ കറക്കും. സാരമില്ല, വറുപ്പം പഠിക്കാം. അവിടെ സീരിയലാണ് കൊണ്ടത്. കൈ പിടിക്കും കേട്ടോ, ഭയങ്കര തിരക്കാണ്. നോക്കണ്ടോ?
അപ്പോൾ നമ്മളിപ്പം അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന വഴി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. അത് കഴിച്ചിട്ട് കണ്ണൂസിന് നല്ല ചുമയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളൊരു മട്ടൺ സൂപ്പ് കഴിച്ചപ്പോഴേക്കും ചുമയൊക്കെ പോയി കേട്ടോ. പിന്നെ നമ്മളിപ്പം കണ്ടിറങ്ങിയ സ്ഥലത്ത് നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ നമ്മുടെ അക്വേറിയത്തിലോട്ട്. പിന്നെ ഓരോരോ ഷോപ്പൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. പല പല ബ്രാൻഡല്ലേ, ഇപ്പോൾ ദുബായ് പറഞ്ഞാൽ നമുക്ക് കിട്ടാത്ത ബ്രാൻഡ്സ് ഇല്ല. എല്ലാ ലക്ഷറി ബ്രാൻഡ്സ് ഉണ്ട്, നമ്മൾ കേൾക്കാത്ത ബ്രാൻഡ്സ് ഉണ്ട്, ഫുഡ് ഐറ്റം എല്ലാം ഉണ്ട്. അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് ടിക്കറ്റ് എടുത്താൽ മതി. പിന്നെ അവർ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറയും, പക്ഷെ അതൊന്നും എടുക്കേണ്ട, എല്ലാം നല്ല ചാർജാണ്. അതെന്താ വിളിച്ചിരിക്കുന്നത് അറിയാമോ? കൊച്ചുമീനകത്ത് അടുത്ത് പോലെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി. والتعرف على مناطق والدور المحوري الذي تلعبه في الحفاظ على توازن البيئة والبحرية. غالبا ما يسار خط الخروج على أنها مجرد مفترسات، بينما هي في الحقيقة مهندسو صحة المحيط، فبصفتهم مفترسات عليا تضمن التوازن الطبيعي من خلال تضمين أعداد تسهم في بقاء عدد هائل من الأنواع. وجودها في المياه അപ്പോൾ ഈ ഒരു അണ്ടർ വാട്ടർ സൂ എന്ന് പറഞ്ഞാൽ നല്ല ക്ലീനാണ് കേട്ടോ. വെള്ളമൊക്കെ നല്ല ക്ലീനാണ്. അതുപോലെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദുബായിൽ എവിടെ നിങ്ങൾ പോയാലും എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അതുപോലെ ഫിഷൊക്കെ നല്ല ലൈവ്ലി ആണ് എല്ലാം. This is Arapaiba. Arapaiba. Sir, hello. Hey, Arapaiba. ഇത് കണ്ടോ? What is this thing? A magical star. This is green.
At the board, I send you. That is king picnic. Okay. See you. ഭയങ്കര ശക്തിയുള്ള മീനാണ് പൊട്ടിക്കും കണ്ണാടി മൂക്ക് കൊണ്ട് നല്ലതായിട്ട് ഇടിക്കും പിന്നെ പല്ലും ഭയങ്കര ഷാർപ്പായത് ഇത് പിരാനാസാ. ആണോ എവിടെ ഇത് പിരാനാസാ. ഇതല്ല പിരാനാസ് ഇതല്ല അല്ല വെള്ളത്തിൽ കൈയിട്ടാ. Piranhas. You are at the പിരാനാസ് ആണോ അല്ല ഇന്ന് അതേ നമുക്ക് ഒത്തിരി നടന്ന് കാണാനായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. എല്ലാം നിറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് മെമ്മറിയൊക്കെ ഫുള്ളായിരിക്കും. അതുപോലെ അത്രയും ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട്. അത് എല്ലാം അടിപൊളിയാണ് എല്ലാം കാണാനും. ഈ ഒരു മുതലയുടെ കൂടെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. കാണിക്കും ഇത് അവർ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല സെയിലാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പിന്നെ ഒരു സീലിനെ വാങ്ങിച്ചായിരുന്നു കേട്ടോ അവിടുന്ന്. അത് കണ്ണൂസിനോട് പറഞ്ഞാൽ അത് വാങ്ങിക്കണ്ട, പിന്നെ കണ്ണൂസ് ഒത്തിരി വഴക്കടിച്ചത് വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അത് പിന്നെ നാട്ടിൽ കൊണ്ടുവന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു കണ്ണൊക്കെ പോയിരിക്കുക. പക്ഷേ ആ ഫർ ക്വാളിറ്റിയൊക്കെ അതൊക്കെ അടിപൊളിയാണ് നമ്മുടെ നാട്ടിലത്തെ ടോയ്സിനേക്കാളൊക്കെ. പിന്നെ നമ്മൾ PF ചങ്ങിൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടുന്ന് പിന്നെ ബുർജ് ഖലീഫയുടെ ലൈറ്റിംഗ് ഒക്കെ കാണാൻ പോയിട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് റൂമിൽ വന്നു. ബാക്കി വിശേഷം നാളത്തെ വ്ളോഗിൽ.